നമസ്കാരം, എക്സ് ഷോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എക്സിനെ ഞാൻ സിന്ധു എന്നാണ് പേരിടുന്നത്. സിന്ധു എംടെക്കാരിയാണ്. ഒട്ടും ആഗ്രഹിക്കാതെ എന്നെ ജീവിതത്തിൽ, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ 2 വിവാഹത്തിലൂടെ സിന്ധുവിന് കടന്നു പോകേണ്ടി വന്നു. കൂടുതലും നമ്മുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയുടെ സിസ്റ്റം ഒരു വിക്റ്റിമാണ്, സിസ്റ്റത്തിൻ്റെ ഒരു വിക്റ്റിമാണ് സിന്ധു. എൻ്റെ വാക്കുകളെക്കാളും നമുക്ക് സിന്ധുവിൻ്റെ വാക്കുകളിലേക്ക് പോകാം. സിന്ധു, സ്വാഗതം, പറഞ്ഞോളൂ. വളരെ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഞാൻ 3 മക്കളുമായിട്ട്. ഓക്കെ. ഞാൻ നല്ലൊരു കോളേജിൽ നിന്ന്, ഗവൺമെന്റ് കോളേജിൽ നിന്ന് തന്നെ ബിടെക് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടിയ ഒരാളാണ്. അവിടെ തന്നെ പഠിച്ചിരുന്ന MCAക്ക് പഠിച്ചിരുന്ന ഒരാളെ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ അത് ഒരു ഹിന്ദു ബോയ് ആയിരുന്നു. ഞങ്ങളുടെ റിലീജിയൻ വേറെ ആയിരുന്നു. എൻ്റെ പാരൻസ് ഭയങ്കര റിലീജിയസ് ആയിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരുപാട് ധ്യാനങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളായിരുന്നു. ഇപ്പൊ ചെറുപ്പം മുതലേ ഞാൻ ധ്യാനങ്ങൾക്ക് പോകുന്നുണ്ട്. വിശ്വാസങ്ങളൊക്കെ ഞാൻ എതിരായിരുന്നില്ല. പക്ഷെ എങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് മറ്റു മതങ്ങളോടും സ്നേഹം ഉണ്ടായിരുന്നു. അവരും ശരിക്കും ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങളുടെ മതം മാത്രമാണ് വലുതെന്ന് എനിക്കൊരിക്കലും ചെറുപ്പം തൊട്ട് അങ്ങനെ ഫീൽ വരുന്നില്ലായിരുന്നു. പക്ഷെ ആ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് എൻ്റെ അമ്മയും ഞാനും തമ്മിലാണ് എപ്പോഴും ഒരു ഉരസല്. അപ്പം എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ എന്തോ ഒരു ഭയങ്കര ധിക്കാരിയാണ്, അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അത് ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രേമം ശരിക്കും യഥാർത്ഥത്തിലുള്ള സ്നേഹമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഹിന്ദു ആയതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. എനിക്ക് ഒരേ ഒരു അനിയനാണ് ഉണ്ടായിരുന്നത്. അവന് ഈ കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ അറിയാമായിരുന്നു. അവൻ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു, ചേച്ചി ഇത് ഹിന്ദു ആയതുകൊണ്ട് പ്രശ്നങ്ങൾ വരും, പക്ഷെ ആ പയ്യൻ നല്ലൊരു പയ്യനാണ്, അവനും ഇഷ്ടമായിരുന്നു. ബട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വിവാഹം അമ്പലത്തിൽ നിന്ന് നടത്തിയായിരുന്നു. അത് കഴിഞ്ഞാണ് എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചത്. അപ്പം എൻ്റെ പാരൻസ് വെരി ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ ഭർത്താവിന് പേടിയായിരുന്നു, ഞങ്ങളെ സെപ്പറേറ്റ് ആക്കും എന്നുള്ളൊരു പേടി എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ അമ്മേനോട് അത്രയ്ക്ക് അടുപ്പമില്ലെങ്കിലും എൻ്റെ അപ്പനെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ ദ്രോഹിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ പറയാ, എൻ്റെ പപ്പ വിഷമിക്കണ്ട എന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ ഈ ആദ്യത്തെ ഭർത്താവ് ഒരൊറ്റ മോനാണ് ആ വീട്ടില്. എങ്കിലും മതം മാറിയിട്ട് കത്തോലിക്ക സഭയിലോട്ട് ചേർന്ന് ഞങ്ങളുടെ കല്യാണം ഒരു കത്തോലിക്ക പള്ളിയിൽ നിന്ന് തന്നെ നടത്തി. സിന്ധുവിന്റെ വീട്ടുകാരുടെ നിർബന്ധം അന്ന് അത്രയ്ക്ക് വലിയൊരു ഫോഴ്സ് അല്ല. എൻ്റെ ഒരു സ്വഭാവം വെച്ച് എൻ്റെ കുഴപ്പമാണ് കുറെ കൂടി. എൻ്റെ സ്വഭാവം വെച്ച് എൻ്റെ അപ്പൻ എന്തെങ്കിലും വിഷമം വരുന്നു എന്ന് കണ്ടാൽ ഉടനെ ഞാൻ അത് വേണ്ട, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവാം, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം, അപ്പനെ വിഷമിപ്പിക്കണ്ട എന്നുള്ളൊരു വിചാരം പണ്ടേ ഉണ്ട്. അപ്പം അത് ആദ്യത്തെ ഭർത്താവിനും അറിയാം, അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെന്നുള്ളത്. അതിനെല്ലാം ആള് വഴങ്ങി തരുമായിരുന്നു. പക്ഷെ കൂടുതൽ കുടുംബത്തോട് അടുത്തപ്പോഴേ ആദ്യത്തെ ഭർത്താവ് പറയുന്നുണ്ട്, നമ്മളെ തമ്മിൽ അകറ്റാനുള്ള എല്ലാ പരിപാടികളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനില്ലാത്തപ്പോ ഒന്നും ഫോണൊന്നും അധികം അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ ഒരു സൂചന തരുമായിരുന്നു. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ്. കല്യാണം ആ ഒരു സമയത്ത് തന്നെ ഞാൻ പ്രഗ്നന്റ് ആവുകയാണ്. അപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡ്. ചോദിച്ചോട്ടെ സിന്ധു, മതം മാറിയായിരുന്നു ആദ്യത്തെ ഭർത്താവ്? ഭർത്താവ് മതം മാറിയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ എന്നാലും ആ മതത്തെ ഉപേക്ഷിക്കുന്ന, ഞാനും പണ്ടും അമ്പലത്തിൽ പോകും. ഞാൻ തൃശ്ശൂരാണ് പഠിച്ചതൊക്കെ. വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആദ്യത്തെ ആളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് മറ്റു മതങ്ങളോടൊന്നും ഒരു വിരോധമില്ല. അമ്പലത്തിൽ പോകുന്നതിലൊന്നും എനിക്കൊരു വിരോധമുള്ള ഒരാളല്ല. അപ്പം ഏത് മതത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരേ ശക്തിയോടാണെന്നുള്ളൊരു വിശ്വാസം പണ്ടേ ഉണ്ട്. അപ്പം ഇദ്ദേഹം മതം മാറി കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പൊ അതെന്റെ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമില്ല. പിന്നെ എൻ്റെ ഭാഗത്ത് ഇത്രയും പ്രായമായി കഴിഞ്ഞപ്പോൾ, എനിക്ക് 40 വയസ്സിന്റെ അടുപ്പിച്ചായി. ഇത്രയും പ്രായമായപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ചെറിയ പ്രായം തൊട്ടേ എൻ്റെ അമ്മ എന്നോട് ഭയങ്കര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഒരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ അടുത്തൊരു 1-2 കൊല്ലത്തിന് മുമ്പാണ് എനിക്ക് മനസ്സിലായത് നാർസിസിസം എന്ന് പറയുന്ന ഒരു വാസ്തവമാണ് നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് ഇതൊന്നും എനിക്കൊരു ബോധമില്ല. നാർസിസ്റ്റിക് പാരന്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അന്ന് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് മൂവ് ചെയ്തേനെ. അപ്പം എനിക്ക് ചെറുപ്പത്തിലേയും എൻ്റെ അമ്മ എന്നോട് ഭയങ്കര, എപ്പോഴും ഞാൻ ഒരുങ്ങുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പുറകോട്ടാണ്. ഭയങ്കര മേക്കപ്പ് ഇടില്ല, അങ്ങനെയല്ല, അത്ര ഭയങ്കര മോഡേൺ ഡ്രസ്സ് ഇടില്ല, എപ്പോഴും ഒരു സാധാരണ പോലെ നടക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പം അവള് ഭയങ്കര ധിക്കാരിയാണ്, എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും.
അതുപോലെ മതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ മറ്റ് മതങ്ങൾ ഇപ്പൊ അരവണ പായസം കഴിച്ച അതെന്തോ വലിയ അപകടമാണെന്നാണ് വീട്ടിലൊക്കെ ഒരു വിശ്വാസം. അന്നും ഇന്നും ഏറെക്കുറെ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊക്കെ ഇന്നും അന്നും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എപ്പോഴും ഒരു ഒരസലുണ്ട് എൻ്റെ അമ്മയും ഞാനും തമ്മിൽ. പക്ഷെ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഈ ആദ്യത്തെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ അമ്മ എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് എനിക്ക് 22 വയസ്സേ ഉള്ളൂ. അപ്പൊ അന്നത്തെ ആ ഒരു ഇമ്മെച്ചുവേർഡ് ആ ഒരു നേച്ചർ കാരണം ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ അമ്മയ്ക്ക് എന്തോ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു, അത് കാണിക്കാഞ്ഞതായിരുന്നു, ഇപ്പോഴാ കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആ ഒരു ഇത്രയും നാളും കിട്ടാത്ത സ്നേഹത്തിലോട്ട് ഇങ്ങനെ അടുത്തടുത്തിരിക്കുവാണ്. പക്ഷെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കൂടുതലും പറയുന്നത് അമ്പലത്തിൽ പോകാൻ പാടില്ല, അവരെ കൂടോത്രം ചെയ്തിട്ട്. അപ്പൊ ഞാൻ ഗർഭിണിയും കൂടിയാണ്. അപ്പം ഗർഭിണിയതായതിന്റെയും ഒരു 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 എന്താ പറയാ ഹോർമോണൽ ചേഞ്ചസോ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ അമ്മേനെ ഇത്രയും കാലം എനിക്ക് അങ്ങനെ മിണ്ടാൻ കിട്ടാത്തതിന്റെ ആ മിണ്ടാൻ തുടങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആണ്. അതങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എൻ്റെ ആദ്യത്തെ ഭർത്താവിന് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ കുറച്ച് അകലുന്നുണ്ട്. അതുപോലെ ആദ്യത്തെ ഭർത്താവിന്റെ വീട്ടുകാരെയൊക്കെ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടേ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത്രയും ഒരു അടുപ്പമൊന്നും ആ സമയത്ത് ഞാൻ പിന്നെ കാണിക്കുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാരോടൊക്കെ. അപ്പം മെയിനായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്, നിങ്ങള് ഞങ്ങളുടെ ഒന്നാം പ്രമാണം എന്ന് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. അപ്പൊ അതിനെ ഒന്നാം പ്രമാണത്തിനെതിരായിട്ട് നീ എന്ത് ചെയ്താലും അത് നിന്റെ കുഞ്ഞിനെ ബാധിക്കും. അങ്ങനെയാണ് അങ്ങനെ ആ ഒരു പേടി ഇങ്ങനെ എൻ്റെ മനസ്സിൽ കയറി വരികയാണ്. അപ്പം ഇനിയിപ്പോ ഹിന്ദു ആചാരങ്ങൾ നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അവര് തരുന്ന ഭക്ഷണം കഴിച്ചാൽ പോലും നമ്മുടെ കൊച്ചിനെ എന്തോ ബാധിക്കുവാണ്. അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലോട്ടാണ് ഞാൻ കയറി പോകുന്നത്. സത്യം പറഞ്ഞാൽ വലിയ റാങ്ക് ഉണ്ട്, വലിയ കോളേജിലൊക്കെയാണ് പഠിച്ചതൊക്കെ. പക്ഷെ എൻ്റെ അപ്പനും അമ്മയും കൂടിയും ശരിക്കും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ അവര് തരുന്ന വഴികളായതുകൊണ്ട് തന്നെ ഇത് ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ യുക്തി ഉപയോഗിച്ചൊന്നും ചിന്തിക്കാൻ അന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും അയ്യോ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും അപകടം വരുമോ അങ്ങനെയുള്ളൊരു ചിന്തകളിലേക്ക് പിന്നെ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ഒന്നാം പ്രമാണം ലംഘിച്ചുണ്ടാകുന്ന മക്കളെ എത്രയോ തലമുറ വരെ ദൈവം ശിക്ഷിക്കും, അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ ഒരുപാട് ബൈബിളിന്റെ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഞാൻ ഗർഭിണിയായി ഒരു 4 മാസം ആയ സമയത്താണ് എൻ്റെ പാരൻസ് ഒരു ധ്യാനത്തിന് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പം അത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ പാരൻസിന്റെ ഒരു രീതി അത് ഇപ്പൊ മനസ്സിലാക്കുന്നത് നാർസിസ്റ്റുകൾ അങ്ങനെയാണ്. ഒരു നാക്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുള്ളൂ, ഒന്നിനും നമ്മളെ നിർബന്ധിക്കില്ല. നമുക്കൊരിക്കലും അവർ നമ്മളെ പ്രഷർ ചെയ്യുമെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് സംഭവം നമ്മളിങ്ങനെ ചെറുപ്പം തൊട്ടേ അവരുടെ ട്രാക്കിൽ വരുന്നത് കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അത് പറയുന്ന പോലെ അങ്ങ് അനുസരിച്ച് പോവാണ്. അങ്ങനെ ഒരു വഴിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാനും അന്ന് ധ്യാനത്തിന് വരാന്ന് പറയാണ്. അപ്പം ആദ്യത്തെ ഭർത്താവിന് പൊതുവെ ധ്യാനങ്ങൾ അത്ര ഇഷ്ടമില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല, ഗർഭിണിയല്ലേ, അദ്ദേഹം അന്ന് ജോലിക്ക് കയറി അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല, എന്നിട്ടും ഒരാഴ്ച ലീവൊക്കെ എടുത്ത് ഭയങ്കര കെയറിങ് ആയിരുന്നു ആ മനുഷ്യൻ. ശരിക്കും കെയറിങ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. ആ മനുഷ്യൻ എൻ്റെ കൂടെ അങ്ങനെ വന്നു ധ്യാനത്തിന് വന്നപ്പം അവിടെ ഫുൾ ഈ ഹിന്ദു വിശ്വാസങ്ങളെ എതിർക്കുന്ന രീതിയിൽ, ഈ ഹിന്ദു വിശ്വാസം അവർ പ്രാർത്ഥിക്കുന്നതെല്ലാം പിശാചുക്കളോടാണ്, സാത്താന്റെ സേവകരാണ്, അവരെല്ലാം വെറുത്തുപേക്ഷിക്കണം, ഇങ്ങനെയുള്ള പ്രാർത്ഥന ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും ആദ്യത്തെ ഭർത്താവിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇനി എനിക്ക് ഈ ഭാഗമേ വേണ്ട, നമുക്ക് ഈ വീട്ടുകാരെ വേണ്ട എന്നുള്ളൊരിതിലായി. കാരണം അദ്ദേഹം ചെറുപ്പം മുതലേ കാണുന്നത് ഈ വിശ്വാസങ്ങളാണ്. പക്ഷെ അതെല്ലാം പൈശാചിക ആരാധനയാണ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണല്ലോ ഞാൻ പെട്ടുപോയത് എന്നുള്ള രീതിയിൽ എൻ്റെ മകനും ഇനി അടുത്ത തലമുറയൊക്കെ ഇതൊക്കെ കേട്ടല്ലേ വളരുന്നേ, അങ്ങനെ ഒരു വിഷമമായിരിക്കണം. ഞാൻ അതിനെപ്പറ്റി അധികം ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആ ഒരു ധ്യാനത്തിന് വന്നതോടെ അദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട് വിഷമമായി. അതുപോലെ തന്നെ അദ്ദേഹത്തോടും എൻ്റെ പാരൻസ് പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് അധികം അടുക്കാത്തതാണ് നല്ലത്, മാമോദിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും അദ്ദേഹം പറയാൻ തുടങ്ങി, ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസവും ഇതുമൊക്കെ ഇതങ്ങനെ അധികം വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു വഴിക്ക് പോയാൽ മതി എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അത് പിന്നീട് പാരൻസും എൻ്റെ ആദ്യത്തെ ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കായി. അപ്പൊ ഞാനിങ്ങനെ ഗർഭിണിയാണ്, മതമാണ് മെയിൻ പ്രശ്നം, മതം. അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും അതേസമയം ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നതും ഈ ആദ്യത്തെ ഭർത്താവിന്റെ വീട്ടുകാരാണ്. ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര വീക്കായിരുന്നു അന്നും. ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചതല്ലേ, പക്ഷെ ഒന്നിനും ഒരു കുറവില്ലാതെ അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങളെ. അപ്പം ഒരു തരത്തിലും എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തില്ല, പക്ഷെ എല്ലാത്തിനും മതം പ്രാർത്ഥിക്കണം, പിന്നെ വീട് വെഞ്ചരിക്കണം, മോനുണ്ടായി കഴിഞ്ഞാൽ ഇടേണ്ട പേര്. അപ്പം ആദ്യമേ തന്നെ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ വീട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ പലപ്പോഴും അപ്പോഴേക്കും ഗർഭിണിയായോ ഇങ്ങനെയാണ് മക്കളുണ്ടാവുന്നത്. ഇത് എന്താ പറയാ, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ഓരോ കൊച്ചും ദൈവം വിചാരിച്ച് തന്നെ ഇങ്ങോട്ട് വന്നതാ, അനുഗ്രഹമാണ്. ആ ഒരു അർത്ഥത്തിൽ തന്നെ എൻ്റെ മക്കൾക്കൊക്കെ പേര് അങ്ങനെ ഇട്ടിരിക്കുന്നത്.
അപ്പൊ അനുഗ്രഹം എന്നുള്ള അർത്ഥത്തില്, പക്ഷെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ എന്ന് മനസ്സിലാവാത്ത പോലത്തെ ഒരു പേരാണ് ഞാൻ മക്കൾക്ക് വേണ്ടി കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ അത് എൻ്റെ അപ്പനും അമ്മയ്ക്ക് തീരെ പറ്റുന്നില്ല. അപ്പം എനിക്കൊരു അനിയൻ അന്നും ഉണ്ട്. അവൻ ഈയിടയ്ക്ക് 2011 മരിച്ചത്. അന്ന് അവൻ ഞങ്ങളുടെ കൂടെ താമസിക്കാൻ വന്നു ബാംഗ്ലൂര്. അപ്പൊ അവിടെ താമസിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഭർത്താവും അനിയനും ശരിക്കും നല്ല കൂട്ടുകാരായിരുന്നു. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നല്ല കൂട്ടായിരുന്നു. അതും അവിടെയും എൻ്റെ അമ്മ എപ്പോഴും ഇവനെ വിളിച്ചിട്ട് മോനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ, എപ്പോഴും ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ വീട്ടുകാരുടെ ഒരു ചർച്ച എന്ന് പറയുന്നത് തന്നെ. പിന്നെ അച്ഛന്മാരോടും സിസ്റ്റർമാരോടും ഭയങ്കരമായ സ്നേഹം. നല്ലവരുണ്ട്, ഒരുപാട് നല്ല സിസ്റ്റർമാരും അച്ഛന്മാരുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് അവരെന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അടിമയെ പോലെ ജീവിക്കുന്ന ഒരു രീതിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അനിയൻ സിഗരറ്റ് വലിക്കും, കുടിക്കും, ഇതൊക്കെ എനിക്കറിയാം. ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷേ അന്ന് അവൻ അതിര് വിട്ടൊന്നിനും പോകുന്നുമില്ല. പക്ഷെ ഇതൊന്നും അവൻ്റെ ഇപ്പോഴും എൻ്റെ അപ്പനും അമ്മയും വിശ്വസിക്കുന്ന അവൻ കുടിക്കത്തില്ല വലിക്കത്തില്ല എന്നുള്ള, ഇങ്ങനെ അവരെപ്പോഴും ഒരു ഇമാജിനറി അവൻ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിപ്പിക്കുന്നതാണ്. അതേസമയം എന്നോട് അവൻ ഓപ്പൺ ആയിരുന്നു. എന്നോട് പറഞ്ഞിട്ടുമുണ്ട്, ചേച്ചീനോട് എനിക്ക് അമ്മേനെ പോലെ എനിക്ക് എല്ലാം തുറന്നു പറയാൻ ചേച്ചിയുണ്ട് എന്നൊക്കെ. അതുപോലെ ഞാനും പ്രേമിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഇവനോടാ. ഇവൻ അവിടെ വന്ന് ഞങ്ങളുടെ കോളേജിൽ വന്ന് ഒരു ദിവസം ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചതും കൂടി അവൻ ഹോസ്റ്റലില്. അപ്പം അത്രയ്ക്ക് കൂട്ടായിരുന്നു. പക്ഷെ അവിടെയും പ്രശ്നം ഈ മതം പറഞ്ഞ് എൻ്റെ ആദ്യത്തെ ഭർത്താവും എൻ്റെ അനിയനും തമ്മിലും ഒരു ചെറിയ ഒരസലായി. എന്തായിരുന്നു സത്യം ആയിട്ട് അവിടെ സംഭവിച്ചതെന്ന് കുറെ കാലം ഇപ്പം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പഴയതൊക്കെ അങ്ങ് വിട്ടുകൾ പോട്ടെ, എന്തെങ്കിലും ആട്ടെ, ഇന്നത്തെ കാര്യം നോക്കി അങ്ങനെ ജീവിക്കുന്ന ഒരു സ്റ്റൈലാണ്. നിങ്ങൾ സെപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു മതം എന്ന് പറയുന്നത് ഒരു വലിയൊരു വില്ലനാണ്. കാരണം ഒരു പ്രണയിച്ച് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞായി എന്നിട്ട് വീട്ടുകാർ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരം നിങ്ങളെ പിരിക്കുക എന്ന് പറയുന്നത് അത്ര ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. അതിലോട്ട് പറയാം. അത് മെയിനായിട്ട് ചെറുപ്പം മുതൽ ഞാൻ ഒരുപാട് ഒറ്റയ്ക്കിരുന്ന ഒരാളാണ്. എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് ജോലി തിരക്കുള്ളവരായിരുന്നു, ഗവൺമെന്റ് ഓഫീസേഴ്സ് ആയിരുന്നു. എൻ്റെ അനിയനും എൻ്റെ അടുത്ത് ഇല്ലാത്ത കുറേ കാലങ്ങളുണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന നേരെ വീട് തുറന്ന് തന്നെ ഒറ്റയ്ക്കിരിക്കും. ഇന്ന് പോലും അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും. പക്ഷെ ചൈൽഡ്ഹുഡ് ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പം ഈ ഡെലിവറിയുടെ അടുപ്പിച്ചും അതുപോലെ ഡെലിവറി കഴിഞ്ഞും കൊച്ചുമായിട്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ആ ഒരു ലോൺലിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്കത് തോന്നുകയാണ്, ഞാൻ എൻ്റെ അപ്പനെയും അമ്മേനെയും വിട്ട്, അതായത് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ് ഇവര് തമ്മിൽ ഭയങ്കര വഴക്കായപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇനി സംസാരമേ വേണ്ട എന്ന് വിചാരിച്ചു. ഹസ്ബൻഡും നമ്മുടെ പാരന്റ്സുമായിട്ട് നല്ല ഗ്യാപ്പായി. അപ്പൊ പിന്നെ ഇനി എന്നാൽ കുറച്ച് കാലത്തേക്ക് എന്തായാലും അവരുമായിട്ട് അടുക്കണ്ട, നമ്മളൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് വീട്ടുകാരോടുള്ള അടുപ്പം മതി എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെ മാറി നിൽക്കുന്ന സമയത്താണ് ഡെലിവറി കഴിഞ്ഞതും. ഡെലിവറിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ആ ഹസ്ബൻഡ് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് അത് ഇന്നും അതെ എല്ലാ ഭാര്യമാർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ഹസ്ബൻഡ് അവിടെ കിടന്ന് പറഞ്ഞ് ഡോക്ടറിനെ കൊണ്ട് സമ്മതിപ്പിച്ച് ആ റൂം ഞങ്ങൾക്ക് വേണം. അങ്ങനെ ഒരൊറ്റ റൂമേ ഹോസ്പിറ്റലിലുള്ളൂ, അത് ഞങ്ങൾക്ക് തന്നെ വേണം, എൻ്റെ ഭാര്യയുടെ കൂടെ നിൽക്കാൻ ആരും. സിന്ധുവിന് അതൊക്കെ ഒരു ലവ് ആണെന്ന് റിയലൈസ് ചെയ്യാനും പറ്റിയില്ല അല്ലേ? ഇല്ല. അന്ന് ആ മനുഷ്യന് വാശി പിടിച്ച് ഡോക്ടറെ അപ്പം ഡോക്ടർ പറയുന്നത് നേരത്തെ ബുക്ക് ചെയ്താലേ ആ റൂം കിട്ടുള്ളൂ. അപ്പൊ പറയുന്നുണ്ട് അല്ല ഞങ്ങൾക്ക് ഡേറ്റ് ആയില്ല, ഡേറ്റ് ആവുന്നതിന് മുമ്പേ ഡെലിവറി പെയിൻ വന്നതാണ്. പെയിൻ അല്ല, ശരിക്കും ഫ്ലൂയിഡ് പോയിട്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഡെലിവറിയുടെ ടൈം ആയി എന്ന് പറഞ്ഞ്. അപ്പം കിടന്ന് എങ്ങനെയൊക്കെയോ കെഞ്ചി ആ റൂം എടുത്ത് എൻ്റെ ഒപ്പം നിന്നതാ ഡെലിവറി ടൈമില് എൻ്റെ ഭർത്താവ്. അപ്പൊ അത് വലിയൊരു ഭാഗ്യമാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ പക്ഷെ ആ ഡെലിവറി കഴിഞ്ഞിട്ടും ഈ കൊച്ചുമായിട്ട് ഇരിക്കുന്ന സമയത്തും എനിക്കിങ്ങനെ ആ ചെറുപ്പത്തിലത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെയോ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അപ്പനും അമ്മേനോട് ഞാൻ മിണ്ടിയിട്ട് കുറെ കാലമായി, ചിലപ്പോൾ അതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പം പക്ഷെ ആദ്യത്തെ ഭർത്താവ് തീരെ സമ്മതിക്കത്തില്ല. ഇപ്പൊ കുറച്ച് നാളത്തേക്കൊന്നും ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ നമ്മളെ തമ്മിൽ അവർ അകറ്റും, നിന്റെ കാര്യം പോക്കാവും, എൻ്റെ കാര്യം പോക്കാവും, മോൻ്റെ കാര്യം അതിനേക്കാളും ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ എൻ്റെ അന്നത്തെ ഇമ്മച്യൂരിറ്റി അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും എൻ്റെ അപ്പനെയും അമ്മേനെയും വിളിക്കണം എന്നുള്ള ഇതിലോട്ട് പോകുന്നത്. അപ്പം എനിക്കിങ്ങനെ ഇടയ്ക്ക് വിഷമം വരുന്നു, കരച്ചിൽ, അതൊക്കെ അന്നത്തെ ഹോർമോണൽ ഇൻബാലൻസിന്റെ ഒക്കെ ആയിരുന്നു കുറെ. പക്ഷെ ഞാൻ ഡിപ്രഷൻ ആയിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ കേൾക്കുന്നുണ്ട് പൈശാചിക പീഡ പല രീതിയിൽ വരും. അപ്പം 1-ാം പ്രമാണം ലംഘിച്ച അത് ദൈവം ശിക്ഷിക്കും, ഉറപ്പാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരികയാണ്, അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കുമോ ശിക്ഷ വരുന്നത്, അങ്ങനെ ഒരു ചിന്തകൾ അങ്ങനെ കയറി പോവാണ്. അങ്ങനെ അവിടുന്ന് തന്നെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോഴും അവര് പറയുന്നുണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമുള്ള കൊച്ചല്ല, അങ്ങനെ മരുന്ന് കഴിക്കാനും മാത്രം പ്രശ്നമില്ല, അല്ലാതെ ഡിപ്രഷന് ഇങ്ങനെ വിഷമങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ അന്നും ഇന്നും
മരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം. അങ്ങനെയല്ല, ഈ സൈക്കാട്രി എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം പിടിച്ചൊരു സംഭവമാണെന്നോ, ഭ്രാന്ത് അങ്ങനെയൊന്നും ഞാൻ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് സാധാരണ ഒരു ഇത് മാത്രമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോഴും ആദ്യത്തെ ഹസ്ബൻഡ് പറയുന്നത് അങ്ങനെ മരുന്ന് കഴിക്കാനും മാത്രം പ്രശ്നമില്ല, ജോലിക്ക് പോയി കുറച്ച് ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ മാറ്റം വരും. അപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും ഭയങ്കര തിരക്ക് പിടിച്ച് നടന്നപ്പം ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ എൻ്റെ വിഷമങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ എൻ്റെ പിള്ളേർക്ക് അങ്ങനെ ഒരു വിഷമം വരണ്ട എന്നുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് അപ്പൊ ഒന്നിനും ഈ ആദ്യത്തെ ഭർത്താവ് ഒന്നിനും അങ്ങനെ നിർബന്ധം പിടിക്കുന്ന ആളല്ല. അത് നിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റെ ആദ്യത്തെ ഭർത്താവ് അറിയാതെയും കൂടി എൻ്റെ വീട്ടുകാരെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിന്നീട് വഴക്കായി. അങ്ങനെ പിന്നെ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കായി. എൻ്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞില്ലേ, എൻ്റെ അപ്പനോട്, എൻ്റെ മതത്തോട്, മതത്തിന്റെ പേരിലുള്ള അടിയാണ് കൂടുതലും പിന്നെ നടക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഒരു ദിവസം എനിക്ക് എൻ്റെ അപ്പനും അമ്മേനെയും കാണണം എന്ന് പറഞ്ഞ് തന്നെ എൻ്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. അപ്പോഴും മനോജ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇത് മിക്കവാറും ഡിവോഴ്സ് ആവും, നോക്കിക്കോ, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും, അത് വെറുതെ തോന്നുന്നതാണ്, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു, അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞാൽ വരുന്നത്. ഇവിടെ വന്ന് അന്ന് രണ്ടാമതൊരു കൊച്ചു ഉടനെ വരണ്ട എന്ന് വിചാരിച്ച് കോൺട്രസെപ്റ്റീവ് പിൽസ് കഴിക്കുന്നുണ്ട്. അത് ഡോക്ടറോട് ചോദിച്ച്, അതും ആദ്യത്തെ ഹസ്ബൻഡ് എല്ലാം ഡോക്ടറോട് ചോദിച്ച് എല്ലാം അന്വേഷിച്ചിട്ട് എല്ലാം ചെയ്യുള്ളൂ, അങ്ങനത്തെ ആളാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു പിൽസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പം എൻ്റെ അപ്പൻ്റെ അവിടെ, അതായത് എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും മാരേജ് നിങ്ങൾ കഴിഞ്ഞിട്ട്? 2006 പള്ളിയിൽ നിന്ന് വെച്ച് കല്യാണം കഴിച്ചത്. 2008 ഈ സംഭവം. 2006 നവംബറിൽ മൂത്ത മോൻ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഉണ്ടായ വെച്ചാണ്, കുറച്ച് നാൾ ഇൻക്യുബേറ്ററിലൊക്കെ ആയിരുന്നു. 2 years കഴിഞ്ഞിട്ടാണ് ഈ ശരിക്കും ഇഷ്യൂസ് ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. ഒരു ഡിവോഴ്സിലേക്ക് വരാനുള്ള കാരണം അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ എന്താ പറയാ, ധ്യാനം കൂടി. അപ്പം ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ലായിരുന്നു, ഇങ്ങനൊരു കല്യാണം നടന്ന ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്തോ ഡിപ്രഷനോ വിഷമോ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഇതെല്ലാം പൈശാചിക പീഡയുടെ ഭാഗമാണ്, അങ്ങനെയാണ് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. പിന്നെ ഇങ്ങനെ ബൈബിളിൽ നിന്ന് തന്നെ ഒരുപാട് കഥകളല്ല, പഴയ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും. കണ്ടോ, ഇങ്ങനെയാളെ ദൈവം ശിക്ഷിച്ചു, ഇങ്ങനെ ദൈവം ശിക്ഷിച്ചു. പിന്നെ ഭയപ്പെടുത്തുമായിരുന്നു അല്ലേ ശരിക്കും? എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാജീവ് ഗാന്ധി സോണിയാഗാന്ധിനെയൊക്കെ ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. രാജീവ് ഗാന്ധി എന്തുകൊണ്ടാണ് അങ്ങനെ മരിച്ചത്? സോണിയാഗാന്ധി വിശ്വാസം ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. അതോടെ ഞാൻ പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ വെറുത്തുപേക്ഷിക്കണം, ഈ ബന്ധം വെറുത്തുപേക്ഷിക്കണം, അത് ദൈവത്തിന് ഇഷ്ടമില്ല. അപ്പൊ ഭർത്താവിനും പ്രശ്നമാണ്, മക്കനും പ്രശ്നമാണ്, എനിക്കും പ്രശ്നം. ഞാൻ അനുഭവിക്കുന്നത് എന്റെ പ്രശ്നം മാത്രമാണ്, ചെറിയ ഡിപ്രഷൻ ആയിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് എല്ലാവർക്കും പ്രശ്നം. ഞാൻ പിന്നെ നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ഭർത്താവിന് ഞാൻ ഇന്നും അന്നും ആ മനുഷ്യൻ ഇന്നും സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളാ. ആ മനുഷ്യൻ എൻ്റെ ഈ വിഷമം വരുമ്പോഴൊക്കെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ച് എൻ്റെ കൂടെ വന്നിരിക്കും, അങ്ങനെയായിരുന്നു. അപ്പം ഈ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, ഈ കഷ്ടപ്പാട് ഇങ്ങനെ എത്ര കാലം ആളെ സഹിപ്പിക്കണം, അപ്പൊ ഇതിലും ഭേദം ഡിവോഴ്സ് ആയിരിക്കും. അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ അമല ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഡോക്ടർ ഭയങ്കര കൂട്ടാണ് ഇപ്പോഴും. അതെ, ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട്, സൈക്കാട്രിസ്റ്റ്. പക്ഷെ ആ ഡോക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് മരുന്നൊന്നും കൊടുക്കുക, മനസ്സിലായില്ലേ മാനസികമായിട്ട് എന്തൊക്കെയോ ഡിപ്രഷൻ ഉണ്ട്, ഒന്നും സെറ്റ് ആവുന്നില്ല, ഒരു ഹാപ്പിനെസ് വരുന്നില്ല. പിന്നെ എന്താ പറയാ, എൻ്റെ അമ്മയായിട്ടുള്ള കണക്ഷനാണ് ചെറുപ്പം തൊട്ടേ വലിയൊരു പ്രശ്നം. കാരണം ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മളിന്ന് അകന്ന് നിൽക്കും. അപ്പം വല്ലാത്തൊരു വേരിയേഷൻ. നമുക്കത് അന്ന് ഇതൊന്നും സയന്റിഫിക് ആയിട്ട് ആരോഗ്യം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനെ ഇതൊക്കെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ആ ഡോക്ടർ ആണെങ്കിലും പറഞ്ഞു, ഇവളെ ഒന്നിനും നിർബന്ധിക്കരുത്, ഇവളെ ഒരിക്കലും ചീത്തയായ തീരുമാനങ്ങൾ എടുക്കുന്ന കുട്ടിയല്ല, പക്ഷെ അവളെ നിർബന്ധിക്കുക, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ മാരേജ് ഡിവോഴ്സ് ആയിക്കോട്ടെ, അല്ലാതെ ഇതിനകത്ത് എല്ലാവരും കൂടി ഇടപെട്ട് അവളുടെ ജീവിതത്തിൽ ഇതാക്കണ്ട, അവളുടെ കാര്യങ്ങൾ അവൾ തീരുമാനിക്കട്ടെ. വളരെ മൈൽഡ് ആയിട്ടുള്ള മെഡിസിൻസ് തരുള്ളൂ, ഉറക്കം വരുന്നില്ലെങ്കിൽ ഇത് കഴിച്ചോ, അങ്ങനെ. അല്ലാതെ മരുന്നുകൾ നിർബന്ധിച്ചു കൊടുക്കണം എന്നൊന്നും പറഞ്ഞ് ആ ഡോക്ടർ എനിക്ക് തന്നെ മരുന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അവസാനം അതങ്ങനെയാ, അല്ലാതെ എല്ലാം അവളെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യിപ്പിക്കണം, അങ്ങനെയൊന്നും ഒരിക്കലും ആ ഡോക്ടർ പറയുന്നതായിട്ട്. ഡിവോഴ്സ് ആരുടെ തീരുമാനമായിരുന്നു? എൻ്റെ തീരുമാനമായിരുന്നു. കാരണം ഉപേക്ഷിച്ചില്ലെങ്കിൽ എന്തോ ദൈവത്തിന്റെ ശിക്ഷ വലുതിനിയും വരാനുണ്ട്. കാരണം ഞാൻ നോക്കുമ്പം അപ്പോഴേക്കും അങ്ങനത്തെ ഒരു മാനസിക നിലയിലോട്ട് എത്തിയല്ലേ, അങ്ങനെ ആയിപ്പോയി. അത് എൻ്റെ ഒരു. അപ്പോഴും കുഞ്ഞിന് എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 1.5 വയസ്സ്. ഓക്കെ, കസ്റ്റഡിയുടെ കാര്യത്തിൽ ഒരു മ്യൂച്വലായിട്ട് പിരിയുമായിരുന്നു. ആദ്യത്തെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നിനും എന്നെ നിർബന്ധിക്കുകയില്ല, അവളെ അത്രയും വിഷമിപ്പിക്കണ്ട, കരഞ്ഞോണ്ടാണ് അവിടുന്ന് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. അപ്പം അന്ന് എന്നോട് പറഞ്ഞതാ, ഇനി ഒരിക്കലും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ വിളിച്ചോ, എൻ്റെ നമ്പർ ഞാൻ മാറ്റത്തില്ല, അതൊന്നും മാറ്റിയിട്ടില്ല, നമ്പർ മാറ്റിയിട്ടില്ല.
പക്ഷെ ഞാനന്ന് വിചാരിച്ചത് ദൈവം പറഞ്ഞത് വെറുത്ത് ഉപേക്ഷിക്കണം എന്നാണല്ലോ, പിന്നെ ഒരു ബന്ധത്തിന് ഞാനും പോകുന്നില്ല. ഒരിക്കലും ദൈവം വെറുക്കാൻ പറയില്ല. അത് പറയുന്നത് ദൈവമല്ല. ദൈവം എന്ന് പറയുന്ന സ്നേഹമെന്നല്ലേ സിന്ധു വിചാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയായിരുന്നു? പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നു. അപ്പൊ ഫുൾ അന്നും പപ്പയും ഞാനും പണ്ടേ ഭയങ്കര കൂട്ടൊക്കെയാ, എന്റെ ഫ്രണ്ട്സിനും അറിയാം. പക്ഷെ പപ്പയ്ക്ക് ഇടയ്ക്ക് വെച്ചൊരു സസ്പെൻഷൻ വന്നായിരുന്നു ഞാൻ 12th പഠിക്കുന്ന സമയത്ത്. അന്നാണ് പപ്പ ഇങ്ങനെ ഭയങ്കരമായിട്ട് ധ്യാനങ്ങൾക്ക് പോകാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ ജീവിതത്തില് പ്രശ്നങ്ങൾ എന്താണെങ്കിലും വരും, എന്ത് പ്രശ്നം വന്നാലും അത് ദൈവത്തെ അറിയാത്ത കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം തന്ന അതാണ്. ശിക്ഷയാണ്. നമുക്ക് ജീവിതത്തിൽ എന്താണെങ്കിലും പ്രശ്നങ്ങൾ ആർക്കാണെങ്കിലും നല്ലതും ചീത്തയും വന്നുകൊണ്ടിരിക്കും. ദൈവത്തെ അറിയണവരും അറിയാത്തവർക്കും വരും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ അഡിക്ഷൻ ആയിട്ടുള്ളവര്, അത് മതഭ്രാന്തുള്ളവര്, സസ്പെൻഷൻ വന്ന അത് ദൈവത്തിന്റെ എന്തോന്ന്, അത് അടിയോ എന്താ ദൈവം ശിക്ഷിക്കുന്നത്. പിന്നെ എന്ത് ആപത്ത് വന്നു കഴിഞ്ഞാലും അത് ദൈവത്തിന്റെ ശിക്ഷയായിട്ട്, അതും തലമുറകളോളം ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ എന്നും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി, കുർബാന മുടക്കത്തേ ഇല്ല, അങ്ങനെയായി. കാരണം ഞാൻ അതിലോട്ടൊരു അഡിക്ഷൻ ആയി തുടങ്ങിയ, എനിക്ക് എന്തോ എന്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അപ്പോഴാണ് ഈ ബ്രദറിന്റെ മരണവും വരുന്നത്. മരണം. അത് എനിക്ക് ജോലി കിട്ടി, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. അവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ടീച്ചിങ് ഇത്ര എനിക്ക് ഇഷ്ടം. മറ്റേ ജോലിക്ക് ഇപ്പൊ സോഫ്റ്റ്വെയർ ഫീൽഡിൽ പോകാൻ പറഞ്ഞപ്പോഴും എനിക്ക് അതിനോട് വലിയൊരു അട്രാക്ഷൻ ഒന്നുമില്ല, വരെ മനസ്സുകൊണ്ട് ഭയങ്കര പാഷൻ എന്നൊന്നും പറയാനില്ല, കോഡിങ് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ടീച്ചിങ്ങിന് പോയപ്പോൾ നമുക്ക് എന്തൊക്കെയോ എന്റെ ഒപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞു കുട്ടീനെ പോലെ ആവുന്ന പോലെയാണ്, കുട്ടികളുടെ ഒപ്പം ജോലി കിട്ടി. അപ്പൊ എനിക്കത് മനസ്സിലായി, ഇത് എനിക്ക് പറഞ്ഞ വഴി ടീച്ചിങ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസമാണ് എൻ്റെ അനിയൻ മരിച്ചത്. അത് അവൻ്റെ ഒരു കുഴപ്പം കൊണ്ടല്ല, അവൻ ഡ്രിങ്ക് ചെയ്ത് ഓടിച്ചതോ ഒന്നുമല്ല. സാധാരണ ജോലി സീമെൻസിലാണ് ജോലി ചെയ്തിരുന്നത്. ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു ആക്സിഡന്റ്, അതും ഭയങ്കര ഇഞ്ചുറി ഒന്നുമില്ല, ഇന്റേണൽ ബ്ലീഡിങ് ആയിരുന്നു. അപ്പം അതോടെ അത് പെട്ടെന്നൊരു മരണമായിരുന്നു. അപ്പം എൻ്റെ അപ്പനും അമ്മയും പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയിപ്പോയി. ഞാനും സത്യം പറഞ്ഞാൽ ഡൗൺ ആയി. ഞാനത് പലരും എന്നോട് പറയാറുണ്ട്, നിന്റെ അപ്പനും അമ്മയും വിഷമിക്കുന്ന കണ്ടില്ലേ, നീ ഇനി അവർ പറയുന്ന അങ്ങ് അനുസരിച്ചേക്ക്. അന്നൊക്കെ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്, നീ അവരെ ഇനി വിഷമിപ്പിക്കല്ലേ, നീ ഇനി അവര് പറയുന്ന അനുസരിച്ച് അങ്ങ് ജീവിക്കാം. കാരണം അവര് രണ്ട് മക്കളിൽ ഒരാൾ മരിക്കുന്നു, ഒരാള് തന്നെ, പിന്നെ രണ്ടുപേരും കൂടെ സിന്ധുവിന്റെ മേലിലൊരു ഇതായില്ലേ, പ്രഷറായി, ഓവർ പവറായി എന്നിട്ട് അവരുടെ തീരുമാനങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ അതുവരെയൊക്കെ ഞാൻ അങ്ങനെ കല്യാണമൊന്നും വേണ്ട, പിന്നെയും എൻ്റെ അനിയൻ അവസാനം ലീവിന് വന്നപ്പോഴും നിർബന്ധിച്ചിട്ടൊക്കെ ഈ ചാവറ മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടു എന്നുള്ളതല്ലാതെ എനിക്ക് ഇതിനോടൊന്നും വേറെ കല്യാണം കഴിക്കണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുമ്പം പപ്പയും മമ്മിയും വിഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പം പോയിട്ട് ചുമ്മാ കുറെ ആക്സെപ്റ്റ് ഡിക്ലൈൻ ചുമ്മാ ഇങ്ങനെ അടിച്ചു എന്നുള്ളതല്ലാതെ ഒന്നും എനിക്ക് വേറെ കെട്ടണമെന്നും ഒരു തോന്നലുണ്ടായിട്ടില്ല. പിന്നെ ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ ഇങ്ങനെ ഈ ഭാവി പറയുന്ന കൗൺസിലിംഗ് എന്നാ പറയാ, ധ്യാനത്തിന് പോകുമ്പോൾ ഭാവിയൊക്കെ പറയും, അങ്ങനെയുള്ളവരുണ്ട്. അപ്പം എല്ലാം അവരോട് ചോദിച്ചിട്ട് തീരുമാനിക്കുന്ന ഒരു രീതിയിലാണ് കുറച്ചൊക്കെ കുടുംബക്കാർ. ചിലരങ്ങനെയല്ല, പക്ഷെ ചിലരങ്ങനെയാണ്. അപ്പം ഞാനും ആ രീതിയിലായി തുടങ്ങി. അങ്ങനെ ഒരു ധ്യാനത്തിന് പോയപ്പോഴാണ് അന്ന് ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അവിടുന്ന് തിരിച്ച് ഞാൻ ഈ കോളേജിൽ വന്ന് ജോയിൻ ചെയ്തോളാം എന്ന് കോൺട്രാക്ട് എഴുതിയിട്ട് എന്നെ എംടെക്കിന് വിട്ടതാണ്. എംടെക്കിന് ജോയിൻ ചെയ്തു. അനിയൻ മരിച്ച് ആ സമയത്ത് എംടെക്കിന്റെ എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന സമയത്താണ് അനിയൻ മരിച്ചത്. അപ്പൊ ഇനി ഞാൻ ക്ലാസ്സിൽ പോണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ഇരിക്കുമ്പോഴും പ്രാർത്ഥനക്കാർ വന്ന് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ഇതാണ്, അങ്ങനെ പോയിക്കോ. പിന്നീട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മറ്റു പലരും നിനക്ക് ഭ്രാന്താന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞങ്ങൾ എംടെക്കിന് വിട്ടതെന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഇതൊന്നും ഞാൻ അറിയുന്നില്ല, അങ്ങനെ ഒരു സംസാരം ഉണ്ടായി, ഇത് ഞാൻ അറിയുന്നില്ല. ഇത് പറഞ്ഞു ഇറക്കുന്നുണ്ട്. സത്യം പറഞ്ഞ എന്റെ വീട്ടുകാര് തന്നെ എനിക്ക് മാനസിക പ്രശ്നമാണെന്ന് പുറമെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാനിതൊന്നും അറിയുന്നില്ല, ഞാൻ സാധാരണ പോലെ പോകുന്നു. അതുപോലെ ആദ്യത്തെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ അങ്ങനെ പെട്ടെന്ന് നിർത്തണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിപ്രഷൻ ആയിരുന്നു. പക്ഷെ ആ കല്യാണം ഈ രണ്ടാമത് കെട്ടുമ്പോഴൊക്കെ ഒന്ന് ആ ഡോക്ടറോട് ചോദിച്ചിട്ടായിരുന്നു കെട്ടിയിരുന്നെങ്കിൽ, അതെന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ കുറച്ച് ദൂരമുണ്ട് ഞങ്ങളുടെ വീടും ആ സ്ഥലം. രണ്ടാമത്തെ കല്യാണം എങ്ങനെയാണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അയാളെ കുറിച്ച്? ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു കുഞ്ഞു സ്കൂളുണ്ട്, അവിടെ പക്ക അറേഞ്ച്ഡ് ആയിരുന്നല്ലോ രണ്ടാമത്തെ? പക്ക അറേഞ്ച്ഡ് ആയിരുന്നു. ആ സ്കൂളിലെ ഒരു ടീച്ചറുടെ അനിയനാണ് ഈ രണ്ടാമത്തെ ഭർത്താവ്. അപ്പം ഇവര് അവിടുത്തെ സിസ്റ്റേഴ്സ് വരെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കൊച്ചുണ്ട്, അവിടുത്തെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, 2 മക്കളുണ്ട്. രണ്ടാമത്തെ ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി, അതിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ വീട് നോക്കാൻ ഒരാൾ വേണം. വലിയൊരു വീടുണ്ട്, പറമ്പുണ്ട്, കുട്ടികളും കുഞ്ഞായിരുന്നു. എന്റെ മോന്റെ അതേ പ്രായമായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ കൊച്ച്. അങ്ങനെ അപ്പം ആ ആലോചന വന്ന സമയത്തും ഞാൻ, അദ്ദേഹം ഭയങ്കര വിശ്വാസി, അതെ ഭയങ്കര കാറ്റഗിസം പഠിപ്പിക്കുന്ന ആളൊക്കെയാണ്. അപ്പൊ ഞാനാണെങ്കിലും എന്നും കുർബാനയ്ക്ക് പോകുന്ന ആളാണ്.
അപ്പം ഞാൻ കൂടുതലും നോക്കിയത് എൻ്റെ അപ്പനും അമ്മയ്ക്കും ആശ്വാസമാവും എന്ന് പലരും കേട്ടപ്പോൾ എന്നാൽ പിന്നെ ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല. അപ്പം ഇവർക്കൊന്ന് വയ്യാതെ വന്നാലും അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ നോക്കേണ്ടവരെ കുറിച്ച് ഇന്നും ഞാൻ നോക്കേണ്ടവരെ കുറിച്ച് ഒരു ബോധമുണ്ട്. പക്ഷെ അവര് തന്നെയാണ് എനിക്ക് ഭ്രാന്താന്ന് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരോടും നടക്കുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. പിന്നീട് കല്യാണത്തിന് സമ്മതിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം മുഴുവൻ ഞാൻ മനോജിനെ വിളിച്ചിട്ട് കിട്ടാതിരുന്നു. ഞാനിരുന്ന് ആദ്യത്തെ ഭർത്താവ്. ആദ്യത്തെ ഭർത്താവ്. അപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു, അത് വേണ്ടി ഡിവോഴ്സ് ചെയ്യേണ്ടിയില്ലായിരുന്നു. അല്ലെങ്കിലും കെട്ടുമ്പോ ഒന്ന് പറഞ്ഞിട്ടെങ്കിലും കെട്ടണം എന്നൊരു തോന്നലുണ്ട്. ഒന്നും പറയാതെ ഇങ്ങനെ അങ്ങനെ ഒരു തോന്നല്. വിളിച്ചിട്ട് കിട്ടിയില്ല. അന്ന് സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഭർത്താവ് പുറത്തായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു അപ്പൊ അന്ന് നമ്പർ മാറ്റത്തില്ലെന്ന് പറഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ മനസ്സിൽ വിചാരിക്കാം അപ്പം നമ്പർ മാറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് മാറ്റിയല്ലോ എന്നാണ് എന്റെ മനസ്സിൽ. ആളിവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴും അതേ നമ്പർ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണം നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ സ്ത്രീധനമൊക്കെ സ്ത്രീധനമൊക്കെ ഉണ്ട്. 10 ലക്ഷവും എന്താണ് സ്വർണവും 50 പവനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഭർത്താവിന് കൊടുത്തിട്ടാണ്. അല്ലെങ്കിലും ആദ്യം മുതലേ എന്റെ അപ്പം പറയുന്നുണ്ട് സ്വർണ്ണമാണേലും എന്താണേലും എല്ലാം ഭർത്താവിനുള്ളതാ. ഞാൻ പിന്നെ പൊതുവെ അങ്ങനെ വലിയ സ്വർണ്ണം ഇതൊന്നും ഇടുന്ന ആ ടൈപ്പ് അല്ല. ഞാനും അപ്പൊ വിചാരിച്ചാലും ഞാനിങ്ങനെ ഒരു കുഴിക്കാത്തോട്ടാ പോകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ലല്ലോ. ഞാനിങ്ങനെ സ്മൂത്ത് ആയിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പോകുന്നു എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോഴും ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, എൻ്റെ മൂത്ത മോൻ അവൻ എൻ്റെ കൂടെ നിർത്താൻ സമ്മതിക്കണം എന്നുള്ളൊരു കണ്ടീഷനേ പറഞ്ഞുള്ളൂ. അപ്പൊ എംടെക്കിന്റെ 3rd സെമസ്റ്റർ നടക്കുമ്പോഴാണ് ഈ കല്യാണം നടന്നത്. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, ബാക്കി ഒരുപാട് പേര് പ്രോജക്റ്റ് ഒക്കെ നല്ല കമ്പനി ചെയ്തു. പക്ഷെ എനിക്കതൊന്നും ചോദിക്കാൻ എനിക്ക് തോന്നില്ല. സത്യം പറഞ്ഞാൽ അവിടെ ആ വീട്ടില് ഒരു പണിക്കാരി പോലും ഇല്ല. പെണ്ണുങ്ങൾ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ചെല്ലുന്ന സമയത്ത്. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? ഭർത്താവുണ്ട്, ആളുടെ അച്ഛനുണ്ട്, ഈ 2 ആൺമക്കളുണ്ട്. 2 ആൺമക്കളാണ്. അവരന്ന് 4ലും 1ലും ഒക്കെയാ. എന്റെ മോനും 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ 3 കുട്ടികള്, 3 കുട്ടികള്, ഭർത്താവ്, അപ്പൻ. പിന്നെ എപ്പോഴും വീട്ടില് പറമ്പിൽ പണിക്കാരുണ്ടാവും. അപ്പൊ അവർക്കുള്ള ഫുഡും കൂടി വെക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല വലിയ വീടാണ്. മുകളിലും താഴെയൊക്കെ ആയിട്ട് 5 ബെഡ്റൂം ഉണ്ട്. 5 4 ബെഡ്റൂം ഉണ്ട്. 4 എല്ലാം ക്ലീനിങ്, എല്ലാം നല്ല പണിയുണ്ട്. പണിക്കാര് സഹായത്തിന് അന്ന് കല്യാണത്തിന് മുമ്പൊക്കെ പിന്നെ പറഞ്ഞു കേട്ടത് അവിടെ സഹായത്തിന് ആളൊക്കെ ഉണ്ടെന്നാ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായത് പണിക്കാരും മുഴുവൻ പറമ്പിൽ കൂടെ ഉള്ളൂ. പഠിക്കുമായിരുന്നില്ലേ? എംടെക്കിനായിരുന്നു. എന്നിട്ട് ക്ലാസ്സിൽ പോകുന്നു. രാവിലെ പോയി ക്ലാസ്സിൽ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ ഓട്ടോ പിടിച്ച്, അതായത് ഈ വീട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരമാണ്, ഒരു കുറച്ച് ദൂരമുണ്ട് നടക്കാൻ. അപ്പം അതിന് ഓട്ടോ പിടിച്ചാൽ പോലും ഭർത്താവ് വഴക്ക് പറയാൻ തുടങ്ങി. എന്തിനാ 50 രൂപ? അന്നത്തെ കാലത്ത് 50 രൂപയ്ക്ക് വില ഉണ്ടോയിരിക്കും, എനിക്കറിയില്ല. എന്തിനാ 50 രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ച് നടക്കേണ്ട ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ഞാനതൊന്നും അന്നത്ര കാര്യമാക്കിയില്ല. കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. ഞാൻ മക്കളെ നോക്കുന്ന കാര്യത്തിലും പഠിപ്പിക്കുന്ന കാര്യത്തിലും പിന്നെ അവിടുത്തെ പിള്ളേരെ പഠിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ എൻ്റെ മോൻ ഞാൻ അന്നും ഇന്നും അധികം പഠിപ്പിച്ചില്ലെങ്കിൽ അവന് മാർക്ക് കിട്ടിയാ പിന്നെ അവനെ നീ കൂടുതൽ പഠിപ്പിക്കുന്നു, അങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നന്റ് ആവുന്നു. അപ്പൊ അത് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വന്നതേ ഗർഭിണിയാവാനാണോ എന്നൊക്കെയാണ് ഭർത്താവ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ കുറ്റമല്ലല്ലോ, എന്റെ മാത്രം കുഴപ്പമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കോൺട്രസെപ്റ്റീവ്സ് കഴിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ആദ്യത്തെ ഭർത്താവിന്റെ അടുത്ത് ജീവിച്ചപ്പം കോൺട്രസെപ്റ്റീവ് കഴിക്കുന്നതിന്റെ പേരിൽ എൻ്റെ അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവൻ അങ്ങനെ തരുന്നുണ്ടെങ്കിൽ തന്നെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ്. ഒരു ഭാര്യനെ സ്നേഹിക്കുന്ന ആൾ അങ്ങനെ തരില്ല എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. മരുന്നുകൾ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺട്രസെപ്റ്റീവ്സ് അത് ആ ആദ്യത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചു. ഇത് അവിടെ അന്ന് ഞാൻ എന്തൊക്കെയാണോ വേണ്ടെന്ന് വന്നത് അതൊന്നും ഇനി ഞാനും സ്വീകരിക്കില്ല, അങ്ങനെ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ മനുഷ്യനെ ചതിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ പ്രഗ്നന്റ് ആയതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എംടെക്കിന് പോകുന്നുണ്ട്. പിന്നെ ഡോക്ടർ വലിയ വയറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നുണ്ട് ഇതിന് ട്രാവലിംഗ് ഒരു 2 മണിക്കൂറോളം ഒരു വഴിക്ക് തന്നെ പോകാനുണ്ട്, തിരിച്ചും 2 മണിക്കൂർ. അപ്പൊ അത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. വീട്ടിലെ പണികളും എല്ലാം ഈ പ്രഗ്നൻസി സമയത്ത് പിന്നെ പഠിക്കുകയും വേണം. അപ്പോഴത്തേക്കും വെരിക്കോസ് വെയിൻ ഒക്കെ കയറി. 2ാമത്തെ പ്രഗ്നന്റ് ആയപ്പോഴത്തേക്കും ഛർദ്ദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പപ്പ തന്നെ എന്നെ കൊണ്ടുവന്ന് അത് കുർബാന മുടങ്ങത്തില്ല. എന്നും കുർബാനയ്ക്ക് പോയിട്ടും അങ്ങനെ എംടെക് കംപ്ലീറ്റ് ചെയ്തു. നല്ല മാർക്കും ഉണ്ടായിരുന്നു, 8.5 എങ്ങാണ്ടുണ്ടായിരുന്നു പെർസെൻറ്റേജിൽ. എന്നിട്ട് പ്രോജക്റ്റ് ഒക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. ഈ പണിയുടെ ഇടയിൽ കൂടെ ലാപ്ടോപ്പ് അവിടെ വെച്ച് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ടൈപ്പ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. പഠിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ സപ്പോർട്ടീവ് ആയിരുന്നു? അത്രയ്ക്ക് സപ്പോർട്ടീവ് ഒന്നും അല്ല. ഈ പണികളെല്ലാം നടക്കണം. പണികൾ എന്തെങ്കിലും നടന്നിട്ടില്ലെങ്കിൽ അവിടെ വഴക്ക് പിടിക്കും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട്. പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഇത്രയും എന്നിട്ട് വാഷിംഗ് മെഷീൻ പോലും വാങ്ങിത്തരില്ല, ഇത്രയും കുട്ടികളുടെ, അതെ, ഇത്രയും പേരുടെ ഡ്രസ്സ് ഉണ്ട്. ഒരു പണ്ടത്തെ വാഷിംഗ് മെഷീൻ അവിടെ ഉള്ളത്. അത്
ചില സമയത്ത് കറങ്ങത്തില്ല, ചില സമയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് പോകും. പിന്നെ നമ്മളിതെല്ലാം എടുത്തിട്ട് ഊരിപ്പിഴിഞ്ഞ് വീണ്ടും അലക്കുന്ന, അത് നമുക്ക് ഇരട്ടിപ്പണിയാ. അതുപോലെയാ. അലക്കുകല്ല് പോലും വീടിന്റെ അടുത്തില്ല, ഒരു ചോലയുണ്ട്, ആ ചോലയുടെ അവിടെ പോയി അലക്കിയാൽ മതി. കാരണം മോട്ടർ അടിച്ച് വെള്ളം കയറ്റിട്ട് ആ വെള്ളം കൊണ്ട് അലക്കണ്ട. അങ്ങനെയാ പണ്ടത്തെ ആൾക്കാരുടെ രീതിക്കാ ജീവിക്കുന്നതാ. വീടൊക്കെ കാണുമ്പം വലിയ വീടാണെങ്കിലും ജീവിതമൊക്കെ അങ്ങനെ ഭയങ്കര പഴയ രീതിയിലായിരുന്നു. അപ്പൊ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അവിടെ ഈ അലമാരികളൊന്നുമില്ല, അപ്പൊ ആശാരിപ്പണിയാ. എന്ന് വെച്ചാൽ പറമ്പുണ്ടല്ലോ ഇഷ്ടം പോലെ തേക്കുണ്ട്. അപ്പൊ അതൊക്കെ വെട്ടി തന്നെ അവിടെ തന്നെ നിന്ന് ആശാരിമാരെ കൊണ്ട് പണിയിപ്പിക്കുക. ഇവർക്കുള്ള ഭക്ഷണം വയ്ക്കണം, ഇതെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ നടക്കണം. അപ്പം ഫിസിക്കലി ഭയങ്കര ടയേർഡായിട്ട് വരുന്നുണ്ടാവുമല്ലോ സിന്ധു. എന്നിട്ട് പ്രഗ്നൻസി ടൈം, പഠിത്തം, പിന്നെ ഇത്രയും പണികളും ഒക്കെ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ മാനസികമായിട്ടും ഒരിക്കലും മെന്റലി വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോയിട്ടാണ് സിന്ധു വന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അന്നൊന്നും ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ടോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാര്യങ്ങൾ ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഇത് ശരിയാകും, കുറച്ചാൾ കഴിയുമ്പോൾ ഒരു സ്നേഹമാവും, എല്ലാവരും എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോവാണ്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഡെലിവറിക്ക് പോയത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അമ്മയ്ക്ക് കുട്ടികളുടെ ഒച്ചയൊന്നും അത്ര ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മേനെയും അപ്പനെയും വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇവര് ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന പോലെയല്ല, ഇവർക്ക് ഇങ്ങോട്ടുള്ള സ്നേഹം ഒരു പുറമേ ഉള്ളൊരു സ്നേഹമേ ഉള്ളൂ. അല്ലാതെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കണം, എനിക്കിവിടെ ആരും സഹായത്തിലില്ലെന്ന് പറഞ്ഞിട്ട് പോലും ആരും എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ മതി, എന്നാൽ എനിക്ക് ആശ്വാസമായേനെ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ ഉണ്ടായി കാശ് തരും, നീ പണിക്കാരിനെ വെച്ചോ, പക്ഷെ പൈസ മുഴുവൻ ജോബി അവിടെ കൊടുത്തേക്കാം, ഹസ്ബൻഡിന് കൊടുക്കണം. അങ്ങനെയാ. അപ്പൊ ഞാൻ ആ കാശ് കൊടുത്തിട്ട് പറയും, പപ്പ പണിക്കാരിനെ വെച്ചോളാൻ പറഞ്ഞു തന്നതാ എന്ന് പറയും. ആ പണിക്കാരിനെയൊക്കെ വെക്കണമെങ്കിൽ വയ്ക്കാം, അതൊക്കെ പറമ്പിലെ ആവശ്യത്തിന് കൊണ്ടുപോകും. അവിടെ ഒരു സ്ത്രീ വരുന്നുണ്ട് വേടയ്ക്ക് വല്ലപ്പോഴും, അവരെ കണ്ട ഉടനെ ഫാദറിലോ അവരെയും കൊണ്ട് പറമ്പിലെ പണിക്ക് പോകും. കുറെ ഇങ്ങനെ കാച്ചില്, ചേന, ചേമ്പ്, അങ്ങനെ കുറെ പണികളുണ്ടാവും. അവസാനം അവർക്ക് അകത്തെ പണി ചെയ്യാൻ നേരം ഉണ്ടാവില്ല. അങ്ങനെയാണ് അവസ്ഥ. പുറമേന്ന് നോക്കുമ്പോ അവിടെ പണിക്കാരി ഉണ്ടോ എന്ന് വെച്ചാൽ ഒരാൾ വരുന്നുണ്ട് ഇടയ്ക്ക്, ആഴ്ച 1-2 പ്രാവശ്യം അവരെയും കൊണ്ട് പറമ്പിലെ പണിക്കാ പോകുന്നത്. പക്ഷെ അങ്ങനെയായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് ഹസ്ബൻഡ് അങ്ങോട്ട് പോകാന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആശാരിപ്പണി ഇപ്പോൾ ഉടനെ ഒന്നും വെക്കരുത്, എനിക്ക് ഇത് ഈ കൊച്ച് അവളും കുറച്ച് നേരത്തെ ഉണ്ടായതാ, അവൾക്ക് ഛർദിയുണ്ട്, അത് ഒരു കൊല്ലത്തോളം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ ഉണ്ടായ കൊച്ചായതുകൊണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇതെല്ലാം സമ്മതിച്ചു. പുള്ളിയുടെ രീതി അങ്ങനെ എല്ലാം സമ്മതിക്കും, ഭയങ്കര പാവമായിട്ട് നിൽക്കും. നമ്മളൊന്ന് അവിടെ എത്തിക്കാൻ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മാറ്റും, സ്വഭാവം മൊത്തം മാറും. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാരിപ്പണി വീണ്ടും തുടങ്ങി. അപ്പൊ ഈ കുഞ്ഞു കൊച്ച, അവൾക്ക് അന്ന് 2 മാസം 3 മാസം, ആ കൊച്ചിനെയും വെച്ച് ഈ പണി എല്ലാം കൂടി ചെയ്യേണ്ടി വരുമ്പോഴും ഉറക്കം ശരിയാവുന്നില്ല, പാമ്പേഴ്സ് വാങ്ങത്തില്ല, ഡൈപ്പർ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല, അങ്ങനെ പറയുന്നത്. അതിനൊന്നും പൈസ ഇല്ല, നീ അങ്ങനെ നീറ്റ് അങ്ങ് മാറ്റിയാൽ മതി എന്ന് പറയും. ഞാൻ പറയും, ഈ പകല് മുഴുവൻ പണി കഴിഞ്ഞ് എനിക്കൊരു 5 മണിക്കൂറെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ, ആ കൊച്ചിനൊരു ഡൈപ്പർ ഉണ്ടെങ്കിൽ അവളും കിടന്നുറങ്ങും, മറ്റേത് കൊച്ചൊന്ന് നനയുമ്പോഴത്തേക്കും എണീക്കും. അങ്ങനെ അപ്പം അതൊന്നും പറ്റത്തില്ല, ഈ വീട്ടിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല, ഡൈപ്പറൊന്നും ഇട്ട് ശീലമില്ല, അങ്ങനെ പറ്റത്തില്ല. അങ്ങനെയാണ്. അപ്പോഴാണ് ഞാൻ കുറച്ച് തിരിച്ചു പറയാൻ തുടങ്ങിയത്. അതുവരെ ഇത്രയും പണിയുണ്ടെങ്കിലും ഒന്നും തിരിച്ചു പറയുന്നില്ല. അപ്പൊ ഞാൻ തിരിച്ച് പറയാൻ തുടങ്ങി, ഇത് ശരിയാവത്തില്ല, എനിക്കിതെല്ലാം കൂടി പറ്റത്തില്ല, ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല, ഈ കൊച്ചിന്റെ തുണിയും കൂടി ഞാൻ അങ്ങ് ചോലയുടെ അവിടെ കൊണ്ട് അലക്കിയിട്ട് കൊച്ചു കഴിയുമ്പോൾ ഓടി ഇങ്ങോട്ട് വരണം, എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, നീ പണ്ടേ പിഴയാ, നിനക്ക് പണ്ടേ മാനസിക രോഗമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അപ്പോഴേ തുടങ്ങി മാനസിക രോഗമാണ്. നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങോട്ട് പറയുന്നത്. എങ്ങനെയായിരുന്നു പെട്ടെന്ന് ഭർത്താവിൽ നിന്ന് ഇങ്ങനെ ഒരു നിനക്ക് വട്ടാണ് എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നപ്പോ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു? ഷോക്കിംഗ് ആയിരുന്നു? ഞാനിങ്ങനെ, എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഷോക്കായി പോയി, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോഴും കുറെ പ്രാവശ്യം ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തത്, പണ്ട് ആദ്യത്തെ ഭർത്താവ് ഇതൊരിക്കൽ പോലും ഇങ്ങനെ എന്നോട് പറഞ്ഞായിട്ട്, എന്നോട് ഇങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ എന്തുമാത്രം എന്നെ സഹിച്ചിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഇതൊന്നും ഒരു ദേഷ്യമില്ല, ഞാനും ആദ്യത്തെ ഭർത്താവ് തമ്മിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടുമായിരുന്നു, വഴക്കുണ്ടാകുമ്പോൾ നന്നായിട്ട് വഴക്കും പിടിക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ മറക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇതെനിക്ക് ഇത്രയും ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞാൽ പറയും, അപ്പോഴേ പറയും, ആ മാനസിക രോഗ പണ്ടേ നിനക്കുള്ളതാണല്ലോ. അപ്പൊ ആദ്യമേ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെന്റ് പോയി. ചിലപ്പോൾ പാരന്റ്സ് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, ആൾക്ക് എന്താ പ്രോബ്ലം ഉണ്ട്. അത് ഞാൻ കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ കല്യാണം കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ കള്ളത്തിലൊന്നും വേണ്ട, ഇങ്ങനെ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ട്, അല്ലാതെ അന്ന് ഡിപ്രഷൻ ആയിരുന്നു അത് പറഞ്ഞു. അപ്പം ഇത് തന്നെ ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് എൻ്റെ മേലോട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഒരു ദിവസം ഈ പറഞ്ഞ മാതിരി ആശാരിപ്പണിയും ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഞാൻ ചോറുണ്ടോണ്ടിരിക്കുമ്പം ഈ ഭർത്താവ് വന്നിട്ട് എന്തോ പറയും, പള്ളിയിൽ നിന്ന് ചർച്ചിൽ, ഇയാള് ഭയങ്കരമായിട്ട് ആരാധനകൾ നടത്തുന്നയാളും കാറ്റഗിസത്തിന്റെ ഹെഡാണ്, അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ്. അയാൾ എപ്പോഴും ഫുൾ പള്ളിയിലും ഇതും കാര്യങ്ങളുമാണ്.
ഇവിടെ പിള്ളേരുടെ കാര്യം ഫുൾ ഞാൻ നോക്കുകയും വേണം. 3 ആൺപിള്ളേരും പിന്നെ ഇപ്പൊ കുഞ്ഞു കൊച്ചു. അപ്പൊ എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു അലക്കുകല്ല് പോലും മേടിക്കാൻ